താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് കേട്ടിട്ടില്ലേ? സംഘികൾ കുഴിച്ച കുഴിയിൽ സംഘികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മൊത്തം വീണിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ. ഓസ്ട്രേലിയ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മൂന്നാം കിടയായി തരം താഴ്ത്തിയിരിക്കുന്നു. മൂന്നാം കിട, ഏറ്റവും ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഓസ്ട്രേലിയ തരം താഴ്ത്തിയിരിക്കുകയാണ്. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ലോകമെങ്ങും നിന്നുള്ള സത്യസന്ധമായ വാർത്തകൾ തെളിവുകളോടെ അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മിനിയാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഓസ്ട്രേലിയൻ സെനറ്റർ മാൽക്കം റോബർട്സ് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ വിദേശ വിദ്യാർത്ഥികൾ പണം കൊടുത്ത് ഫേക്ക് ഡിഗ്രികൾ വാങ്ങിയ കാര്യം ഉയർത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള വ്യാജ ഡിഗ്രി റാക്കറ്റിനെ അറസ്റ്റ് ചെയ്ത വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പാർലമെന്റിലെ ഈ പ്രസംഗം പങ്കുവച്ചത്. അതിന് താഴെയും ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ ചില മന്ദഭക്തർ മറന്നില്ല. അതിന്റെ പിറ്റേ ദിവസം ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മൂന്നാം കിടക്കാരായി ഓസ്ട്രേലിയ തരം താഴ്ത്തിയിരിക്കുന്നു. ഓസ്ട്രേലിയൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് ജെറാർഡ് റെന്നിക്കാണ് എക്സിലൂടെ ഈ കാര്യം ആദ്യം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഇത്. ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും ഉള്ള ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾ കടുത്ത വിസ സ്ക്രൂട്ടിനി ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് കാരണം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പതിയെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെ ഏറ്റവും റിസ്ക് ഉള്ള കാറ്റഗറിയിലേക്ക് ഈ വ്യാഴാഴ്ച മാറ്റിയതാണ്. അതിന് കാരണം ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഡിഗ്രിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ദ നോട്ടീസർ ഈ വാർത്ത പങ്കുവയ്ക്കുകയും ചെയ്തു. ജനുവരി 8-ാം തീയതി ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ലെവൽ 2 മോഡറേറ്റ് റിസ്ക് കാറ്റഗറിയിൽ നിന്നും ലെവൽ 3 ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. എന്നാൽ ശ്രീലങ്കയെ ലെവൽ 2 റിസ്ക് കുറഞ്ഞ കാറ്റഗറിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ലെവൽ 3 എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ വളരെ കഠിനമായ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. അത് സാമ്പത്തിക സുസ്ഥിരതയും ഇംഗ്ലീഷ് പ്രൊഫഷൻസിയും ഉണ്ടെന്നുള്ള ഡോക്യുമെന്റ്സ് മുൻകൂറായി കാണിക്കണം. അവരുടെ ഡിഗ്രികൾ ശരിയായിട്ടുള്ളതാണോ എന്ന് വെരിഫൈ ചെയ്യുന്നത് വളരെ സ്ട്രിക്റ്റ് ആക്കും. ഓസ്ട്രേലിയയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഫ്രോഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത് വളരെയധികം ന്യൂനമാവുകയും ഫ്രോഡ് കണ്ടുപിടിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാവുകയും ചെയ്തു. 2 തരത്തിലുള്ള ഫ്രോഡുകളാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ബാങ്കിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റുകൾ വ്യാജമായി ഉണ്ടാക്കുക, അതുപോലെ ചില ഫണ്ടിംഗ് ഏജന്റുമാരെ വിദ്യാർത്ഥികൾ സമീപിച്ച് താൽക്കാലികമായി അവരുടെ അക്കൗണ്ടിൽ പൈസ നിക്ഷേപിച്ച് ആവശ്യത്തിന് പണം ഉണ്ടെന്ന് കാണിക്കാനുള്ള ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക. ജനുവരി 6-ാം തീയതിയാണ് സെനറ്റർ മാൽക്കം റോബർട്സ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പണം കൊടുത്ത് വ്യാജ ഡിഗ്രികൾ വാങ്ങുന്നതിനെതിരെ. ഇനി സംശയമുള്ള സംഖ്യകൾക്ക് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫൈനാൻഷ്യൽ പത്രമായ ഫൈനാൻഷ്യൽ എക്സ്പ്രസിൽ വന്ന ഈ വാർത്ത കണ്ട് ബോധ്യപ്പെട്ടുകൊള്ളൂ. അതിന് കൃത്യം 2 ദിവസത്തിന് ശേഷം 8-ാം തീയതിയാണ് വിശ്വഗുരുവിന്റെ നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മൂന്നാംകിട വിദ്യാർത്ഥികളായി തരം താഴ്ത്തിയിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും കേരളത്തിൽ നിന്നുള്ള ഹൈ ക്വാളിറ്റി വിദ്യാർത്ഥികൾ ആയിരുന്നു. എന്നാൽ മോദി ഭരണത്തിൽ എത്തിയതോടുകൂടി, രാജ്യം അതിസമ്പന്നമായതോടുകൂടി സംഘിസ്ഥാനിൽ നിന്നുള്ള എഴുത്തും വായനയും അറിയാത്തവർ വ്യാജ ഡിഗ്രികളുമായി വിദേശ രാജ്യങ്ങളിലേക്ക് എങ്ങനെയും ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. അതാണ് ഇത്തരത്തിൽ ഒരു ഗതികേട് ഇന്ത്യക്ക് ഉണ്ടാക്കിയത്. ദ നോട്ടീസറിന്റെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഓസ്ട്രേലിയ ആരും അറിയാതെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ നിയമങ്ങൾ കർശനമാക്കി. അതിന് കാരണം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഫേക്ക് ഡിഗ്രിയെക്കുറിച്ചുള്ള ആശങ്കകളാണ്. ഇനി ഇതൊക്കെ അറിയപ്പെടാത്ത ഏതോ ഫേക്ക് ന്യൂസ് ഏജൻസികളാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന സംഘികൾക്ക് വേണ്ടി ഇതാ ഓസ്ട്രേലിയ ടുഡേയുടെ വാർത്ത. ഓസ്ട്രേലിയ ഇന്ത്യയിൽ നിന്നുള്ള ഇന്റർനാഷണൽ വിദ്യാർത്ഥികളുടെ വിസ ചെക്കുകൾ കർശനമാക്കി. ഇന്ത്യയെയും നേപ്പാളിനെയും ബംഗ്ലാദേശിനെയും ഏറ്റവും റിസ്ക് ഉള്ള രാജ്യങ്ങളുടെ കാറ്റഗറിയിലാക്കി. ഇനി അതും പോരാത്തവർക്ക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്ത കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ 8-ാം തീയതി തന്നെ ഈ വാർത്ത കൊടുത്തപ്പോൾ 11-ാം തീയതി ഇന്നലെയാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇതിനെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയെ ഏറ്റവും ഭയങ്കര റിസ്ക് ഉള്ള കാറ്റഗറിയിലേക്ക് സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിൽ ഓസ്ട്രേലിയ മാറ്റിയിരിക്കുകയാണ്. അതിന് കാരണം ഇവരുടെ ഡോക്യുമെന്റുകളുടെ സത്യസന്ധതയില്ലായ്മയാണ്.
ഓർക്കണം, ശ്രീലങ്കയെ 3-ൽ നിന്ന് 2-ലേക്ക് ഉയർത്തിയപ്പോൾ മോദിയുടെ കീഴിൽ വിശ്വഗുരുവായ ഇന്ത്യയെ 3-ാം കിടയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നു. ഇതിലുള്ള മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതാനും മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള വിസ റിക്വയർമെന്റുകൾ ഓസ്ട്രേലിയ ആരും അറിയാതെ എളുപ്പമുള്ളതാക്കിയിരുന്നു എന്നുള്ളതാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് എളുപ്പമുള്ളതാക്കിയത് ഇപ്പോൾ ഏറ്റവും കഠിനമായ രീതിയിൽ മുറുക്കിയിരിക്കുകയാണ്. അന്ന് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ സ്റ്റുഡന്റ് വിസകൾ ലഭിക്കുന്ന രീതിയിലായിരുന്നു അവർ നിയമം മാറ്റിയത്. ഇന്ന് കൃത്യം 3 മാസത്തിന് ശേഷം അത് ഏറ്റവും കഠിനമായ പ്രക്രിയയാക്കി മാറ്റിയിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഈ ന്യൂസ് എക്സിൽ പങ്കുവച്ചതാണ് ഇത്. ജനുവരി 8, 2026 മുതൽ പ്രാബല്യത്തിൽ വരുന്നതുപോലെ ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് വിസ ആപ്ലിക്കേഷൻ ഏറ്റവും ഉയർന്ന റിസ്ക്കുള്ള കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എളുപ്പത്തിൽ സ്റ്റുഡന്റ് വിസ കിട്ടുന്ന ലെവൽ 2 കാറ്റഗറിയിൽ നിന്നാണ് ഈ 4 സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ കാറ്റഗറി ലെവൽ 3 ഏറ്റവും കഠിനമായ വിസ പ്രോസസ് ഉള്ള കാറ്റഗറിയിലേക്ക് മാറ്റിയത്. സൗത്ത് ഏഷ്യ ഇൻഡെക്സും ഈ വാർത്ത എക്സിലൂടെ പങ്കുവച്ചു. ഏറ്റവും കഠിനമായ സൂക്ഷ്മ പരിശോധനയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നേരിടാൻ പോകുന്നത്. കൃത്യമായ വിവരങ്ങൾ അനുസരിച്ച് 77% ഇന്ത്യൻ വിദ്യാർത്ഥികളും പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് വ്യക്തമായി. എന്നാൽ തിരിച്ചു പോകുന്നില്ല എന്നുള്ളതല്ല യഥാർത്ഥ പ്രശ്നം. ഇന്ത്യക്കാരുടെ ഡിഗ്രികൾ വ്യാജമാണ് എന്ന് വലിയ തോതിൽ കണ്ടെത്തിയതാണ്. വ്യാജ ഡിഗ്രിയുള്ളവർ ഭരിക്കുന്ന രാജ്യത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഭാഷയിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും വ്യാജ ഡിഗ്രി ഉള്ളവരാണ് എന്ന് എളുപ്പത്തിൽ ഓസ്ട്രേലിയക്കാർക്ക് മനസ്സിലാകുമെന്ന് സംശയമില്ലാത്ത കാര്യമാണല്ലോ. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലിക്കുന്ന മോദിയുടെയും സംഘികളുടെയും പ്രവൃത്തികൾക്കുള്ള വലിയ തിരിച്ചടിയാണ് ഇത് എന്ന് പറയാതെ വയ്യ. മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത സംഘികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യക്കാരെയുമാണ് ഇത് ബാധിക്കുന്നത്. മുൻപ് മികച്ച വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരവും അതുവഴി മോദിയുടെ രാമരാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള അവസരവും ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇല്ലാതാവുന്നത്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പോക്ക് ഏതാണ്ട് നിലച്ചു. കാനഡയിലേക്കുള്ള പോക്ക് ഏതാണ്ട് ഇല്ലാതായി. ഓസ്ട്രേലിയയിലേക്കുള്ള പോക്കും ഇതോടെ പരിപൂർണ അവതാളത്തിൽ ആയിരിക്കുകയാണ്. ഇനി കൃത്യമായ ഡിഗ്രിയുള്ള മികച്ച വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിച്ചാൽ പോലും അവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള സാധ്യത അടയുകയാണ്. വളരെ ചുരുക്കം ഏറ്റവും മികച്ച ആളുകൾ ഒഴികെ മറ്റെല്ലാവർക്കും മോദിയുടെ രാമരാജ്യം ഇനി സ്ഥിരമായി അനുഭവിച്ച് ആഹ്ലാദിക്കാം. മോദിയുടെ പെരുമ്പറ ലോകമെല്ലാം പൊട്ടിത്തകർന്ന കാഴ്ചയാണ് ഇത്. ഇനിയെങ്കിലും മതവിദ്വേഷം വെടിഞ്ഞ് എല്ലാ ഇന്ത്യക്കാരും ഒറ്റ ജനം ആണെന്ന് കാണാനുള്ള മനസ്ഥിതി സംഘികൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ പരിപൂർണമായി കൈവിട്ടു പോകും. അല്പമെങ്കിലും തലച്ചോർ ബാക്കിയുള്ള മന്ദഭക്തർ ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ തയ്യാറാവണം. എന്ത് കാരണത്താലാണ് ഇന്ത്യക്കാർക്കെതിരെ വികസിത രാജ്യങ്ങളെല്ലാം തിരിയുന്നത്? നിങ്ങളുടെ വിവേകമില്ലായ്മയും മതവിദ്വേഷവും കൊണ്ട് നിങ്ങൾ മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരും അനുഭവിക്കുകയാണ്. അവസാനമായി ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ നന്നാകാൻ തയ്യാറാകുമോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?